നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. വലപ്പാട് കോതക്കുളം ബീച്ചിലെ അറപ്പത്തോട്ടിൽ മാലിന്യം തള്ളിയ ആനവിഴുങ്ങിയിലെ വ്യാപാര സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തി. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലുണ്ടായ കപ്പലപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശി ഹനീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. വാർത്തകൾ വിശദമായി. കോതകുളം ബീച്ച് അറപ്പത്തോട്ടിൽ പച്ചക്കറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി. വലപ്പാട് ആനവിഴുങ്ങിയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് മാലിന്യം തള്ളിയതെന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ ബോധ്യപ്പെട്ടു. തുടർന്ന് ഇവരിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കി നോട്ടീസ് നൽകി. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവർക്ക് നേരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പിഴ അടയ്ക്കാത്ത പക്ഷം ജുഡീഷ്യൽ നടപടി സ്വീകരിക്കുമെന്നും വലപ്പാട് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ ചൂർമലയിലും മുണ്ടക്കയിലും മറ്റും ദുരന്തമുണ്ടായപ്പോ എത്ര ഫലപ്രദമായാണ് വിദ്യാഭ്യാസ വകുപ്പും നാടാകെയും ആ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള കാര്യങ്ങൾ സജ്ജമാക്കിയത് എന്നത് നമ്മുടെ നാട് കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ 973 സ്കൂൾ കെട്ടിടങ്ങളാണ് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്നത്. 2,500 കോടിയോളം രൂപയാണ് അവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. 508 കെട്ടിടങ്ങൾ ഇതിൽ പൂർത്തിയായി കഴിഞ്ഞു. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ ചിലവ് ചെയ്ത് 2 നിലയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2020-21 വർഷത്തെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കിലയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 4 ക്ലാസ് മുറികളും 2 ടോയ്ലറ്റ് ബ്ലോക്കുകളും ഉൾപ്പെടുന്നതാണ് പുതിയ കെട്ടിടം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ശിലാഫലകം അനാച്ഛാദനം കെട്ടിടത്തിന്റെ സമർപ്പണവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM അഹമ്മദ്, റഹീം വീട്ടുപറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വൈസ് പ്രസിഡന്റ് CM നിസാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, ചാവക്കാട് DO PV റഫി, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ NK രമേശ്, PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ്, പ്രിൻസിപ്പൽ PM കണ്ണൻ, പ്രധാന അധ്യാപിക ഇൻചാർജ് റീന ജോർജ്, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. കപ്പലപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശി ഹനീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. കുവൈത്ത് തുറമുഖത്തിനടുത്തുണ്ടായ ഇറാനിയൻ വാണിജ്യ കപ്പൽ അപകടത്തിലാണ് ഡക്ക് ഓപ്പറേറ്ററായ വിളക്കേത്ത് ഹരിദാസന്റെ മകൻ 26 വയസ്സുള്ള ഹനീഷ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് മൃതദേഹം മണലൂരിലെ വീട്ടിലെത്തിച്ചത്. ഓഗസ്റ്റ് 27-ന് ഇറാനിൽ നിന്ന് ഗ്ലാസ് കയറ്റി കുവൈത്ത് തീരത്തേക്ക് പുറപ്പെട്ട കപ്പൽ ഇറാൻ അതിർത്തിയിൽ നിന്ന് കുവൈത്ത് കടൽ അതിർത്തിയിലേക്ക് കടന്നപ്പോഴാണ് അപകടമുണ്ടായത്. സെപ്റ്റംബർ 1-ന് അപകടം ഉണ്ടായെന്നാണ് വിവരം. വലപ്പാട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കും. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെസ്റ്റ് KM UPU സ്കൂൾ, ഗവൺമെന്റ് ഫിഷറീസ് LPU സ്കൂൾ എന്നിവിടങ്ങളിലാണ് മേള നടക്കുന്നത്. ആദ്യ ദിനമായ തിങ്കളാഴ്ച പ്രവൃത്തി പരിചയം IT മേളകൾ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗണിതമേള നാട്ടിക വെസ്റ്റ് KM UPU സ്കൂളിലും നടക്കും. രണ്ടാം ദിവസം ശാസ്ത്രമേള നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും സാമൂഹ്യ ശാസ്ത്രമേള വെസ്റ്റ് KM UPU സ്കൂളിലുമാണ് നടക്കുക. ഉപജില്ലയിലെ 90 വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള 2564 വിദ്യാർത്ഥി പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെ 9:30-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. സമാപനം ചൊവ്വാഴ്ച വൈകിട്ട് 3:30-ന് തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിക്കും.
ചിറക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ ഇല്ലിക്കൽ പമ്പ് ഹൗസിൽ നിന്ന് ചാഴൂർ പ്ലാന്റിലേക്കുള്ള പമ്പിംഗ് മെയിൻ മാറ്റി സ്ഥാപിക്കുന്നതിനാൽ തിങ്കൾ മുതൽ വ്യാഴം വരെ ചാഴൂർ താന്യം അന്തിക്കാട് പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. തിരികെ വാർത്തകളിലേക്ക്. തൃപ്രയാർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ CKG സ്ക്വയറിൽ തൃശൂർ പാർലമെന്റ് മുൻ MP TN പ്രതാപൻ അവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മുൻ MP TN പ്രതാപൻ അവർകൾ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KR ദാസൻ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VR വിജയൻ, P വിനു, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CG അജിത് കുമാർ, PM സിദ്ദീഖ്, തങ്കമണി ത്രിവൃക്കമൻ, AN സിദ്ധപ്രസാദ്, പ്രഭാകരൻ ആലക്കൽ, ദിവാകരൻ AS, ജയനേന്ദ്രകുമാർ AK, അശോകൻ CK, രാജീവ് അരയമ്പറമ്പിൽ, ജിനോയ് ജഗേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ മുൻ MP ആയിട്ടുള്ള പ്രതാപേട്ടൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,55,000 രൂപ ചിലവാക്കിയത് നമ്മൾ 6 മാസങ്ങൾ മുമ്പ് തീരുമാനിച്ചതാണത് അല്ലേ? ഇലക്ഷൻ വന്നുകൊണ്ട് നീണ്ടുപോയതാണ്. അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഒരു 10ഓളം മാസത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനൊരു 10 ഇപ്പോൾ ഏതാണ്ട് വരും. എല്ലാ ഭാഗത്ത് വെളിച്ചം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പോകാൻ കഴിയും. എന്തായാലും ഇവിടെ നമ്മൾ മൺമറഞ്ഞു പോയ CKG വൈദ്യരുടെ സ്ക്വയറിന് മുന്നിൽ ഒപ്പം തന്നെ പനമ്പള്ളി ഗോവിന്ദമേനോനൊക്കെ ആയിട്ട് ഏറ്റവും തൊട്ടടുത്തിരുന്നിരുന്ന കേരളത്തിൻ്റെ സമുന്നതനായിട്ടുള്ള അല്ലെങ്കിൽ ആ കാലത്ത് ലീഡർഷിപ്പ് എന്നിട്ടായിട്ടുള്ള നേതാവിൻ്റെ ഒപ്പം ഒപ്പിരിക്കാൻ കഴിഞ്ഞിരുന്ന ആളാണ് CKG എന്നുള്ളത് നമുക്ക് നമ്മുടെ നാടിന് ഒരഭിമാനമായിരുന്നു. നാട്ടിക ശ്രീ ആര്യക്കിരി ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് നവാഹ യജ്ഞത്തോടെ തുടക്കമായി.
സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് സുസ്മിത പ്രഭാകരൻ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീ ആരക്കേരി ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഒരു സാന്നിധ്യമാകാൻ സാധിച്ചതിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. കുറേ സെലിബ്രിറ്റികളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ ഇതുവരെ എനിക്ക് വരാനും പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് മനസ്സ് നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഈ സന്നിധിയിൽ വരാൻ സാധിച്ചതിലും ഭദ്രദീപം തെളിയിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ യജ്ഞശാലയിലേക്ക് ആചാര്യനെ ആനയിച്ച് ആചാര്യവരണം നടത്തി. ഭാഗവതപ്രിയൻ CJR പിള്ളയാണ് യജ്ഞാചാര്യൻ. ഒക്ടോബർ 10 വൈകിട്ട് 5 പൂജവയ്പ്പിനും ഒക്ടോബർ 13 രാവിലെ 7 മുതൽ വിദ്യാരംഭത്തിനും വിപുലമായ സൗകര്യമൊരുക്കിയിട്ടുള്ളതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 7:30 വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതാണ്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് NP ആഘോഷ്, സെക്രട്ടറി AK ചന്ദ്രശേഖരൻ, ട്രഷറർ AK സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗത്ത് പോയി ഭാഗവതം നടത്തുന്നതിന് ഭഗവാൻ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. അത് ഒരു പരിധി വരെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ദേവിയുടെ കൂടി അനുഗ്രഹമുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അതീവ ചാരിതാർത്ഥ്യമുണ്ട്. ഒരിക്കലും ഞാൻ ഇവിടെ വന്ന്, ഇവിടെ നവരാത്രി കാലഘട്ടത്തിലാണ് വന്ന് തൊഴുതു നിൽക്കുമ്പോൾ ദേവി എന്നോട് എന്തോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. എന്താ പറഞ്ഞതെന്നറിയില്ല. എൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവിടെ വായിച്ചുകൊണ്ടിരുന്നവരെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. തൃശ്ശൂർക്ക് പോകുന്ന ഓൺ ദ വേയിൽ ഞാനും മകനും ഒക്കെ ഉണ്ടായിരുന്നു. CPM മണലൂർ ലോക്കൽ സമ്മേളനം സംഘാടക സമിതി ഓഫീസ് CPM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി നാടൻ പന്തുകളി ഞായറാഴ്ച നടക്കും. കളിയുടെ നറുക്കെടുപ്പ് നടന്നു. KV ഡേവിസ്, സുധർമ്മൻ ചിരുകണ്ടത്ത്, MK സദാനന്ദൻ, PK അരവിന്ദൻ, TV മനോഹരൻ, KR അഭിരാജ്, KK വിദീപ്, VK വേലായുധൻകുട്ടി, ജനാർദ്ദൻ മണ്ണുമ്മൽ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. ഇനി ആത്മവിശ്വാസത്തോട് ചുവടുകൾ വയ്ക്കാം. ഒപ്പം തോളിൽ വർണ്ണപ്പകിട്ടോട് കൂടിയ ബാഗുകളുമായി. ലേഡീസ് ഫാൻസി ഫുഡ്വെയർ PU ചപ്പൽസ് ബ്രാൻഡ് ചെരുപ്പുകൾ കൂടാതെ ലേഡീസ് ഫാൻസി ബാഗുകളുടെ ഏറ്റവും മികച്ച ശേഖരവുമായി ഫ്രീ വാക്കർ ഫുഡ്വെയേഴ്സ് ആൻഡ് ബാഗ്സ് വാടാനിപ്പള്ളി അർച്ചന സിൽക്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രൊപ്പറേറ്റർ വേണു കൊച്ചത്ത് വാടാനിപ്പള്ളിയിലെ ജനങ്ങൾക്കായി ഫ്രീ വാക്കർ ഫുഡ്വെയേഴ്സ് ആൻഡ് ബാഗ്സ് തുറന്നുകൊടുത്തു. വിവിധ ബ്രാൻഡുകളുടെ പാദരക്ഷകൾ, ബാഗുകൾ, ഫാൻസി ഐറ്റംസ് മുതലായവ മിതമായ നിരക്കിൽ നിങ്ങൾക്കും ഇനി സ്വന്തമാക്കാം. ഉദ്ഘാടന ഓഫറായി ചെരുപ്പുകൾ വെറും 100 രൂപ മുതൽ ലഭ്യമാണ്. ഫ്രീ വാക്കർ ഫുഡ്വെയേഴ്സ് ആൻഡ് ബാഗ്സ് അർച്ചന സിൽക്സിന് മുൻവശം ആത്മാവ് ജംഗ്ഷൻ, വാടാനപ്പള്ളി. ഫോൺ 9526284771.
വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി തൃപ്രയാറിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്രയാർ വൈമാളിന് സമീപം കാക്കനാട്ട് കോംപ്ലക്സിലാണ് വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം തുടങ്ങിയത്. തൃപ്രയാർ ക്ഷേത്ര മേൽശാന്തി അഴകത്ത് രാമൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി. തൃപ്രയാർ വ്യാപാരി വ്യവസായി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് MS ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ശ്രീദേവി മാധവൻ, വ്യാപാരി വ്യവസായി ജനറൽ സെക്രട്ടറി PK സമീർ, സുരേഷ് ഇയാനി, വിന്നേഴ്സ് റോയൽ വർഷ ഫൗണ്ടർ മെമ്പർ മനേഷ് KM, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ TA ശ്രീകുമാർ, K ജയകുമാർ, ബിസിനസ് ഹെഡ് K ശ്രീറാം, KT കൃഷ്ണകുമാർ, റീജിയണൽ മാനേജർ PM ഗിനേഷ്, ഏരിയ മാനേജർ P ജയശ്രീ, മറ്റു സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഗോൾഡ് ലോൺ, മൈക്രോ ക്രെഡിറ്റ്, പേഴ്സണൽ ലോൺ, മൈക്രോ ഫിനാൻസ്, വെഹിക്കിൾ ലോൺ, എഡ്യൂക്കേഷണൽ ലോൺ, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ബിസിനസ് ലോൺ, ഹൗസിംഗ് ലോൺ, ഓവർഡ്രാഫ്റ്റ് ലോൺ, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ്, ഹെൽത്ത് ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്നിവയാണ് സേവനങ്ങൾ. വിന്നേഴ്സ് റോയൽ വർഷ നമുക്ക് ലൈസൻസ് ആയി വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, കർണാടക, പോണ്ടിച്ചേരി, തമിഴ്നാട്, കേരള എന്നീ സ്റ്റേറ്റുകളിലാണ് നമ്മുടെ ബ്രാഞ്ചുകൾ വരാൻ പോകുന്നത്. ഓൾറെഡി നമുക്ക് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്തു. കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. തമിഴ്നാടിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമ്മുടെ ബ്രാഞ്ചുകൾ വരാൻ പോകുന്നു. നമ്മൾ 700 ബ്രാഞ്ചും കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ അടക്കം 700ഓളം സ്ഥാപനങ്ങളാണ് കേരളത്തിൽ മാത്രം നമുക്ക് വരാൻ പോകുന്നത്. ഒരു വിപ്ലവം പോലെ നമുക്ക് നമ്മുടെ വിന്നേഴ്സ് റോയൽ വർഷ നമ്മുടെ ബ്രാഞ്ചുകൾ വന്നുകൊണ്ടിരിക്കാൻ കേരളത്തിലുടനീളം പ്രത്യക്ഷമായും പരോക്ഷമായും അനേകായിരങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. കേരളത്തിൽ വലിയൊരു പ്രശ്നം നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന തൊഴിലില്ലായ്മയ്ക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്. 7 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ ലൈസൻസാണ് ഈ സൊസൈറ്റിക്കുള്ളത്. 2012 ഈ സൊസൈറ്റിക്ക് നിയമപരമായി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കിട്ടിയത്. 2021 സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ഒരു മിനിസ്ട്രി രൂപീകരിക്കുകയും അതിന് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ മാത്രമല്ല ഒരു സഹമന്ത്രി കൂടെ ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമായി വളർത്തിയെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് കോതക്കുളം ബീച്ചിലെ അറപ്പത്തോട്ടിൽ മാലിന്യം തള്ളിയ ആനവിഴുങ്ങിയിലെ വ്യാപാര സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തി. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലുണ്ടായ കപ്പലപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശി ഹനീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.